ഇന്ന് പോവാൻ പോണ ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലാണ്. പിന്നെ നമുക്ക് പോയിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, ദേവൂസ് വില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞങ്ങൾ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദേവൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ ചേച്ചിയുടെ മക്കളായ അപ്പൂസും അമ്മുക്കുട്ടിയും ഉണ്ട്. ദേവൂട്ടിക്ക് കളിക്കാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ദേവൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് വഴി, അങ്ങോട്ട് അതാണ് അമ്മാമ്മയുടെ വീട്. നമുക്കപ്പോൾ പോകാം. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കും ദേവൂട്ടിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ദേവൂട്ടിക്ക് ഈ വഴിയൊക്കെ കയറി പോകുമ്പോൾ മറ്റത് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കണോണ്ട് നല്ല സ്റ്റഡി ആയിട്ട് കയറി പോവേണ്. ദേവൂട്ടി ഈ സ്പീഡിന് നടന്നു പോകുന്നത് അമ്മാമ്മയെ കാണാനൊന്നും അല്ല, അണ്ണൻ്റെയും ചേച്ചിയുടെയും കൂടെ കളിക്കാൻ വേണ്ടിയാണ്. ദേവൂട്ടിയുടെ മനസ്സിൽ ഇന്ന് മൊത്തം കളിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അണ്ണനെയും ചേച്ചീനെയും കണ്ടത് ദേവൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ അണ്ണനും ചേച്ചിക്കും സന്തോഷമായി. പക്ഷെ വീഡിയോ എടുക്കണോണ്ട് ചെറിയൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂസിന് ഏതൊരു വിത്ത് കിട്ടിയാലും ഒരു ചെടിയുടെ വേര് കിട്ടിയാലും അവ ഏതിലെങ്കിലും കൊണ്ടുപോയി കുഴിച്ചൊക്കെ വെക്കും. ചീര, ഉള്ളി, അവൻ്റെ കയ്യിൽ എന്തോന്നാണ് കിട്ടണം അതെല്ലാം കുഴിച്ചു വെച്ച് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ അതൊരു നല്ല കാര്യം തന്നെ, കുട്ടികൾ കുഞ്ഞിലേ കൃഷികളൊക്കെ ചെയ്യുന്നത്. അപ്പൂസിനെ സഹായിക്കാൻ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് അമ്മുക്കുട്ടിയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് വാക്ക് തർക്കത്തിലൊക്കെ ആവും. പക്ഷെ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ശരിയാവും. പിന്നെ അവരെ ചെടീനെ കുറിച്ചൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. കുഞ്ഞെൻ്റെ ചെടികളെ വീഡിയോയൊക്കെ എടുക്കണം. ദേവുക്കുട്ടി അത് കാണിച്ചു തരേണ്. ഈ ചുമന്ന ചട്ടിയിലൊക്കെ വെച്ചേക്കുന്നത് ചീരയുടെ വേരുകളാണ് നട്ടേക്കുന്നത്. മറ്റത് അമ്മുക്കുട്ടി കാണിക്കുന്നത് പാവലിൻ്റെ വിത്താണ്. അതുമൊക്കെ അമ്മ എടുത്ത് കളയാൻ വെച്ചേക്കുന്നത് ഇവർ കൊണ്ടുവന്ന് എടുത്തു വെച്ചേക്കുന്നത്. ഇത് നമ്മളെ വീട്ടിൽ താമര നട്ടേക്കുന്നതാണ്, വിത്ത് നട്ടതാണ്. പക്ഷേ ഇതുവരെയും പൂത്തിട്ടില്ല. പക്ഷേ ഇലകളൊക്കെ ശരിക്ക് വന്ന്, എന്നിട്ടാണോ എന്തോ പൂ മാത്രമേ ഇതുവരെയും വന്നിട്ടില്ല. ഈ ചെടികളെല്ലാം അമ്മ നട്ടുപൊടിപ്പിക്കുന്നതാണ്. അമ്മയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്ന് ചെടികൾ ഇഷ്ടപ്പെട്ട അമ്മ അവിടെ നിന്ന് ചോദിച്ച് തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടുപൊടിപ്പിക്കും. അമ്മയ്ക്ക് അതാണ് ഏറ്റവും അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു ഹോബി. പിന്നെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ കാട് പോലെ കിടക്കുന്നത് നിങ്ങൾ വിചാരിക്കും കാടായിരിക്കുന്നു. പക്ഷെ കാടല്ല, ഇത് കൈതോന്നി നട്ടുപൊടിപ്പിച്ചിരിക്കുന്നതാണ് എണ്ണ കാച്ചാൻ വേണ്ടി. ഇത് നമ്മളെ കിളിക്കൂടാണ്. പണ്ട് കിളിയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കിളിയില്ല, കുട മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് മുല്ലയാണ് നട്ടിട്ടുള്ളത്, പിച്ചിയുണ്ട്. ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ വീട്ടിൽ തന്നെ വളർന്ന കോവയ്ക്ക് എടുത്ത് പറിച്ചു വെച്ചിരുന്നതാണ്. പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അണ്ണന്റെ പേരെന്തോന്ന്? ഈ ബക്കറ്റിൽ അമ്മ ചെടിയൊക്കെ ഒഴിക്കാൻ വേണ്ടി ലൈൻ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചു വെച്ചേക്കുന്നതാണ്. ഡാൻസിനൊക്കെ ശേഷം നമ്മൾ നേരെ ഫാമിലോട്ടാണ് പോയത്. ഫാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അവിടെ ചെറിയ പാർക്ക് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി. അപ്പൂസും അമ്മുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ ചെന്നിരുന്ന് കളിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെന്നിരുന്ന് കളിക്കാൻ വേണ്ടി. ദേവൂട്ടിയും കൂടെ അമ്മു ചേച്ചിയുടെ കൂടെ നിന്ന് കളിക്കുകയാണ്. ഫാമിലാണെങ്കിൽ കളിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് നല്ല വിശാലമായിട്ട് നിന്ന് കളിക്കാം. അപ്പൂസ് ഈ കറങ്ങണതിൽ കയറി ഗുസ്തി കാണിക്കുകയാണ്. ഇതിൽ സത്യത്തിൽ ഇരുന്നാണ് കറങ്ങാനുള്ളത്, അവൻ നിന്ന് തന്നെ കറങ്ങിയാണ്. ദേവും അമ്മുക്കുട്ടിയും കൂടെ അവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ്. നമ്മളെ വീട്ടിലത്തേക്ക് ആവശ്യമായ പാല്, മുട്ട, പച്ചക്കറികൾ മിക്കുള്ളതും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഇവിടെ ഏകദേശം എല്ലാ പച്ചക്കറികളൊന്നും അല്ല, എന്നാലും പയറ്, ചീര, സലാഡ്, വെള്ളരി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പാവയ്ക്ക നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ സാധാരണ ഇവിടെ വന്നാണ് വാങ്ങാറുള്ളത്. ഇത് പിന്നെ ഒരു ചെറിയ മീൻകുളം, അതിൽ ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നാരകമാണ്, അതിൽ ശരിക്കും നാരങ്ങ പിടിച്ച് കിടക്കണം. അങ്ങനെയാണ് ഞാൻ സൂം ചെയ്തെടുത്തത്. നല്ല ഭംഗിയുണ്ട്, അത് നിറച്ച് നാരങ്ങയാണ്. നാരകത്തിലെ നാരങ്ങയുടെ ഭംഗി ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കാണ് ഈ പശുക്കുട്ടിയുടെ ഓട്ടം കണ്ടത്. അപ്പോഴാണ് അമ്മുക്കുട്ടി പറഞ്ഞു തന്ന ഇത് ഇന്നലെ പ്രസവിച്ച പശുക്കുട്ടിയാണെന്ന്. എന്ത് ഭംഗിയല്ലേ കാണാൻ.
പിന്നെ അമ്മുക്കുട്ടിയും അപ്പൂസും ദേവും കൂടെ കളിച്ചുകൊണ്ട് നിന്ന് അവസാനം ദേവു പിണങ്ങി ഓടുന്ന രംഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പിണക്കമൊക്കെ മറന്ന് അമ്മുക്കുട്ടി ദേവും കൂടെ ഇപ്പം കളിക്കുകയാണ്. അപ്പൂസ് സൈക്കിള് ചവിട്ടാൻ വേണ്ടി അവ അങ്ങ് പോയി. സ്നേഹത്തോടെ കളിക്കുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പിണക്കമാണ്. ഒന്നീ രണ്ടുപേരായിട്ടാണ് സെറ്റായിട്ട് കളിക്കുന്നത്. ഒന്നീ അപ്പൂസും അമ്മുക്കുട്ടിയും ടീം, അല്ലെങ്കിൽ ദേവും അപ്പൂസും ടീം. അങ്ങനെ ഞാനും കുറച്ചു നേരം സൈക്കിളൊക്കെ ചവിട്ടി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.